വെൽക്കം ടു പ്രൈം ഡയറക്ഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സില്ലോജിസവും വെൻ ഡയഗ്രവും കുറിച്ചാണ്. അപ്പോൾ സില്ലോജിസം എന്താണെന്ന് ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സില്ലോജിസം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവും നമുക്ക്. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്? ഇപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, സമ്മ് എ ആർ ബി, പിന്നെ ഒരു കൺക്ലൂഷൻ ഉണ്ടാവും. എന്താണ് ഇപ്പോൾ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കൺക്ലൂഷൻ ആണെങ്കിൽ നോ എ ആർ ബി എന്നായിരിക്കും ഒരു കൺക്ലൂഷൻ. അപ്പോൾ ഇതെന്താണ്, കറക്റ്റ് ഒരു മീനിങ് വേണമെന്നില്ല. ഒരു എയും ഉണ്ടാവും, ഒരു ബിയും ഉണ്ടാവും. അല്ലെങ്കിൽ എക്ക് പകരം വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പോൾ ആപ്പിൾ എന്നാവാം, അല്ലെങ്കിൽ ബിക്ക് വേറെ എന്താണ്, ഇപ്പോൾ ഒരു ഓറഞ്ച് എന്നാവാം. അപ്പോൾ ഇതാണ് ഒരു ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും, കൺക്ലൂഷൻ തരും. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിനനുസരിച്ച് ഏതൊക്കെ കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്കെന്താണ് ആൻസർ ആയിട്ട് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ സമ്മ് എ ആർ ബി എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ ഈ സില്ലോജിസം പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണ്? വെൻ ഡയഗ്രം മെത്തേഡാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എന്നത് ഞാനിങ്ങനെ ഒരു വട്ടം വരച്ച്, അപ്പോൾ ഇതാണ് എ എന്നെടുത്ത്. ഈ വട്ടത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ കണ്ടൻസും എന്താണ്? എ ആണ്. വട്ടത്തിൻ്റെ പുറത്തുള്ള എന്താണ്? എയിൽ പെടുന്നതല്ല. ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ എന്താണ്, അത് എയിൽ പെടുന്നതായിരിക്കില്ല. പക്ഷെ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, അത് എയിലത്തെ ഒരു കണ്ടൻറ്റാണ്. അപ്പോൾ സമ്മ് എ ആർ ബി അങ്ങനെയാണെങ്കിൽ ബിയും എന്തായിരിക്കും, അങ്ങനെ ഒരു വട്ടം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതെന്താണ്, ബീനെ ഞാനിത് ഇപ്പോൾ ഇവിടെ തൽക്കാലം ബീനെ ഇവിടെ വരച്ച്. അപ്പോൾ എന്താണ്, ഇതിൽ സമ്മ് എ ആർ ബി ആവുന്നുണ്ടോ? സമ്മ് എ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുറച്ച് എ എന്ന് പറയുന്നത് കുറച്ച് ബി ആണ് എന്നാ. അപ്പോൾ ഞാനിതാ ബീനെതാ ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കാണ്ട് ഇതാ ബീനിതാ ഇങ്ങനെ വരച്ച്. അപ്പോൾ എന്താണ്, രണ്ടും കൂടി ക്രോസ് ചെയ്യുന്നൊരു സ്ഥലമല്ലേ ഈ ബീൻ്റെ വട്ടത്തിൻ്റെ ഒരു സൈഡ് തന്നെയാണ് ഇതും, അതേപോലെ തന്നെ എയിൻ്റെ വട്ടത്തിലെ ഒരു സൈഡ് തന്നെയാണ് ഇതും. അപ്പോൾ ഇത് ക്രോസ് ചെയ്യുന്ന സ്ഥലത്തിനെ പറയുന്ന പേരാണ് സമ്മ് എ ആർ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിലെയും ബിയിലെയും കോമൺ ആയിട്ടുള്ളൊരു സ്ഥലം. ഇപ്പോൾ മാത്സ് BSc മാത്സ് പഠിച്ചോളായിരിക്കുകയാണെങ്കിൽ അത് ഇൻ്റർസെക്ഷൻ എന്നൊക്കെ പറയും. നമുക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെന്താണ്, സമ്മ് എ ആർ ബി, എയിലെ കുറച്ച് കാര്യങ്ങൾ ബി ആണ്. അപ്പോൾ ഞാനിപ്പോൾ അതാ സമ്മ് ബി ആർ എ എന്ന് പറഞ്ഞ് എന്താണ് അതും ഫോളോ ചെയ്യുക. കാരണം എന്താണ്, ബിയിലെ കുറച്ച് സാധനങ്ങൾ എന്താണ് എയിലുള്ളതാണ്. നോക്കുക, ബിയിലെ കുറച്ച് സാധനം എയിലുള്ളതാണ്. അപ്പോൾ ഇതാണ് സമ്മ് എന്നുള്ള കൺസെപ്റ്റ്. ഇനി അടുത്തത് ഓൾ എന്നുള്ള കൺസെപ്റ്റ് നോക്കാം. ഇപ്പം ഓൾ ഓൾ മാംഗോസ് ആർ ഓറഞ്ചസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെയായിരിക്കും, ഞാനിപ്പോൾ മാംഗോനെ ഒരു വട്ടം വരച്ച്. ഇപ്പോൾ മാംഗോ എന്ന് മൊത്തം എഴുതണോ, ഒരു എം എന്ന് എഴുതിയാൽ പോരെ, എം എന്ന് എഴുതി. അപ്പോൾ എന്തായിരിക്കും, ഇതിലത്തെ എല്ലാ എമ്മും എന്താണെന്ന് പറഞ്ഞാൽ ഓറഞ്ച് എന്നാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് വരയ്ക്കേണ്ടി വരിക, എയിനെ ഉൾപ്പെടുത്തിയിട്ട് അല്ല എമ്മിനെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വട്ടം വരച്ച്, അതാണ് ഓറഞ്ച്. ഇതാ നോക്കണേ, ഇതിൻ്റെ ഈ എം എന്ന് പറഞ്ഞ വട്ടത്തിൻ്റെ ഉള്ളിലുള്ളതാണ് എന്താണ് എം. ഇവിടെ ഒരു പോയിന്റ് വെക്കുകയാണെങ്കിൽ ഇത് എമ്മിലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അതിലത്തെ എല്ലാ സാധനങ്ങളും എന്താണ് ഓറഞ്ചാണെന്ന് പറഞ്ഞത്. അപ്പോൾ എമ്മിനെ മൊത്തമായിട്ട് കവർ ചെയ്തിട്ട് ഓനെ വരച്ച്, അതാണ് ഓൾ മാംഗോസ് ആർ ഓറഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഇനി നോ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് നോക്കാം. അപ്പം നോ എ ആർ ബി എന്നാണ്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ വരയ്ക്കുക, എനെ ആദ്യം വരച്ചിട്ടുണ്ട്, ബീനെ ഞാനിത് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, നോ എ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി അല്ല എന്നാണ്. ഒരു എയും ബി അല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു വര ഇട്ടാൽ മതി. വേണമെങ്കിൽ അവിടെ ഒരു വിട്ടിട്ടേണ്ട ആവശ്യമില്ല, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരിക്കലും ഒരു എയും ബി ആവില്ല എന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു സമ്മ് എ ആർ ബി, ഇതിലിപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സമ്മ് എ ആർ ബി എന്നാണ്, ബി എന്നാണ് കൺക്ലൂഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും, ഇതിൽ ഒരിക്കലും ഒരു എയും ബി ആവില്ല എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ സമ്മ് എ ആർ ബി എന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് സില്ലോജിസത്തിൻ്റെ ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ടേബിളിലാക്കി നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാകാത്തവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ.
ഇപ്പം ഓൾ എ ആർ ബീനെ എങ്ങനെയാണ് വരയ്ക്കാമെന്ന് പറഞ്ഞത്? ഇതെവിടെ അതിനെ ബി ആക്കി വരച്ച്. റെഡി? ഇനി സം എ ആർ ബി. സം എ ആർ ബി ഇതവിടെ ഒരു ഫ്യൂ ഉണ്ട്. ഫ്യൂ എ ആർ ബി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? സം എ ആർ ബിയും ഫ്യൂ എ ആർ ബി എന്താണ്? സെയിം മീനിങ് ആണ്. കുറച്ച് എ എന്ന് പറഞ്ഞാൽ ബി ആണെന്നുള്ളത്. അടുത്ത് നോ എ ആർ ബി. എ എന്താണ്? ബി അല്ലാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം കേട്ടോ. പിന്നെ ഒരിക്കലും ഡൗട്ട് ഉണ്ടാവരുത്. ഇനി നമ്മൾ ഇതിനൊരു ആൾട്ടർനേറ്റ് ഡയഗ്രായിട്ട് വരയ്ക്കുകയാണ്. ഇപ്പോൾ ഞാനിതപ്പോൾ എയും ബിയും ഒരു സെയിം വട്ടാന്ന് കരുതുക. ഏതെവിടെയാണ് ബിയും സെയിം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ഇതിലും എന്താണ്? ഓൾ എ ആർ ബി അല്ലേ? രണ്ടാളും സെയിം ആണെന്നെങ്കിൽ എന്താണ്? എയും ബിയും ഓൾ എ ആർ ബി എന്താ സെയിം ആയിരിക്കും, അല്ല എന്താണ് കറക്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ അതാ അടുത്ത ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് ഡയഗ്രം നോക്കുകയാണെങ്കിൽ സം എ ആർ ബി എന്നാ ഞാനിപ്പോൾ അതാ ഇങ്ങനെ വരച്ച്. എ എന്നുള്ളത് ഇതാ, ബി എന്നിങ്ങനെ വരച്ച്. ഇതിൽ നോക്ക്, എയിലത്തെ കുറച്ച് പാർട്സ് എന്താണ്? ബിയിൽ വരുന്നതല്ലേ. അപ്പോൾ ഇതും എന്താണ്? സം എ ആർ ബി എന്താണ്? ട്രൂ ആണ്. ഒന്നുകൂടി നോക്കണേ. എയിലത്തെ ചെറിയൊരു പാർട്ടല്ലേ ഈ ബി എന്നുള്ള സംഭവം. ഇപ്പോൾ കുറച്ച് എ എന്താണ്? ബി എന്ന്. സം എ ആർ ബി എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ വരയ്ക്കാമെന്ന് വിചാരിക്കാം. ഇതിൽ എന്താണ്? സം എ ആർ ബി ട്രൂ ആണോ? അല്ല, ഇതിൽ ഓൾ എ ആർ ബി ട്രൂ ആണ്. ഓക്കെ, ഇത് നമ്മളിപ്പോൾ നോക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിലെന്താണ്? സം എ ആർ ബി ട്രൂ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ്. ഇനി നോ എ ആർ ബി, അതിന് ആൾട്ടർനേറ്റീവ് ഡയഗ്രം ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇപ്പോൾ എന്താണ് മനസ്സിലാവാത്ത എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഇതാ ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. കൺക്ലൂഷനാണ് താഴെ തന്നിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. കൺക്ലൂഷൻ അങ്ങനെ തന്നെ രണ്ട് കൺക്ലൂഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഇതാ ഇപ്പോൾ ഇത് മാത്രം ട്രൂ ആണെങ്കിൽ എന്തായിരിക്കും? ഇതിലിതാ ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് അല്ല, കൺക്ലൂഷൻ മാത്രം ട്രൂ ആണെങ്കിൽ മറ്റേത് ഫാൾസ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ആൻസർ വരിക? ഓൺലി വൺ ഫോളോസ് എന്നല്ലേ വരിക. ഇനിയിപ്പം ആദ്യത്തതും രണ്ടാമത്തതും ശരിയാണെന്ന് വിചാരിക്കുക. അങ്ങനെ എന്താ വരിക? ബോത്ത് 1 and 2 ഫോളോ എന്നല്ലേ വരിക. ഇനിയിപ്പോൾ അതാ ഇത് രണ്ടും ഫാൾസ് ആണെന്ന് വിചാരിക്കുക. രണ്ട് ഫാൾസ് ആണെങ്കിൽ എന്താ വരിക? നൈദർ 1 or nor 2 എന്നല്ലേ വരിക. രണ്ട് ഫാൾസ് എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നൺ ഫോളോസ് ആയിരിക്കും ചിലപ്പം വരിക. അവിടെ നൈദർ 1 nor 2 ഫോളോസ് എന്നുള്ള പകരം നൺ ഫോളോസ് ആയിരിക്കും വരിക. അപ്പം നമുക്ക് പിന്നെ ഐദർ ഓർ ഉണ്ട്, അതെന്താണെന്ന് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ സം പേപ്പേഴ്സ് ആർ ബുക്സ്. ഇപ്പം എങ്ങനെയാണ്? ആദ്യതാ പേപ്പറിന് ഇതാ പി എന്ന് വരച്ച് ഞാൻ. പേപ്പറിന് എഴുതേണ്ട ആവശ്യമില്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് പി എന്ന് എഴുതി. സം പി ആർ ബി. പിന്നെ എന്താണ്? ഓൾ പേപ്പേഴ്സ് ആർ വേർഡ്സ്. ഇവിടെ പേപ്പറിലെ അതിനെ ഞാൻ ഇങ്ങനെ വരച്ച്. എല്ലാ പേപ്പറും വേർഡാന്ന് വരച്ച്. മാറിപ്പോരുത്. ഇത് പേപ്പർ എന്നുള്ളതാണ്, ഇത് ബുക്ക് എന്നുള്ളതാണ്, ഇത് വേർഡ് എന്നുള്ളതാണ്. ഇനി കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ ഓൾ വേർഡ്സ് ആർ ബുക്സ്. കൺക്ലൂഷനാണ്, നമ്മളൊന്ന് വരച്ച് നോക്കുകയാണ്. ഇപ്പോൾ ഓൾ വേർഡ്സ് ആർ ബുക്സ്, പിന്നെ സം വേർഡ്സ് ആർ പേപ്പേഴ്സ്. രണ്ടാമത്തെ കൺക്ലൂഷൻ ഇതിൽ തന്നെ വരയ്ക്കേണ്ട, വേറെ ആയിട്ട് വരച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ കൺക്ലൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ വേർഡ്സും ബുക്സ്. ഇതിൽ നോക്കുകയാണെങ്കിൽ നോക്ക്, അപ്പം എന്താണ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വെൻ ഡയഗ്രത്തിൽ നോക്കുകയാണ്. അപ്പോൾ എല്ലാ വേർഡ്സും ബുക്സ് ആണോ നോക്കുക. ഇവിടെ വേർഡ്സ് ഉണ്ട്, ഇവിടെ ബുക്സും ഉണ്ട്. അപ്പോൾ ഇതിലത്തെ എന്താണ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിലെ വേർഡ്സിലെ കുറച്ച് ഭാഗങ്ങൾ എന്താണ് ബുക്സിൽ വരാത്തതായിട്ടില്ലേ. നോക്കുകയാണെങ്കിൽ ഈ ഭാഗങ്ങൾ എന്താണ് ബുക്സിൽ വരാത്തതല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഓൾ വേർഡ്സ് ആർ ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസ് ആണെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? തെറ്റായിരിക്കും. അടുത്തത് സം വേർഡ്സ് ആർ പേപ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് വെൻ ഡയഗ്രം വരച്ച് വരിക. അപ്പോൾ കുറച്ച് വേർഡ്സ് പേപ്പർ ആണോ എന്നാണ് നോക്കുന്നത്. കുറച്ച് വേർഡ്സ് പേപ്പർ ആണോ എന്നുള്ളത്. ഇവിടെ കുറച്ച് ഇവിടെയാണല്ലോ വേർഡ്സ് ഉള്ളത്,
ഇവിടെ പേപ്പർ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ സമ്മിൻ്റെ ആൾട്ടർനേറ്റീവ് ഡയഗ്രാം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ സം എന്ന് പറഞ്ഞ കൺക്ലൂഷൻ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേർഡ്സിലെ കുറച്ച് ഭാഗങ്ങൾ എന്താണ്, പേപ്പേഴ്സ് ആണല്ലോ. അപ്പോൾ ഇതെന്തായിരിക്കും, ഇത് ട്രൂ ആയിരിക്കും, ഇത് ഫാൾസ് ആണ്. അപ്പോൾ ആൻസർ എന്താ വരിക, ഓൺലി 2 ഫോളോസ്. റെഡി? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത് ഓൾ ഫോൾഡേഴ്സ് ആർ ബുക്സ്. ഇതിൻ്റെ വെൻ ഡയഗ്രാം വരയ്ക്കുകയാണ്. എല്ലാ ഫോൾഡേഴ്സും ബുക്സ്, സം ബുക്സ് ആർ ഫയൽസ്. ഇപ്പോൾ ഇവിടെ ഫോൾഡറും ഉണ്ട് ഫയലും ഉണ്ട്. അപ്പോൾ ഇവിടെ എഫ് ഇവിടെ എഫ്. അപ്പോൾ കൺഫ്യൂഷൻ ആകുന്നതിന് പകരം എന്ത് ചെയ്യുക, അടുത്ത ലെറ്ററും കൂടി അങ്ങ് എഴുതുക. ഇവിടെ ഫയൽ, ഇവിടെ ഫോൾഡർ. റെഡി? ഇനി ഓൾ ഫയൽസ് ആർ ഫോൾഡേഴ്സ്. ഇപ്പോൾ കൺക്ലൂഷൻ്റെ ഒരു വെൻ ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണ്. എല്ലാ ഫയലും ഫോൾഡർ. രണ്ടാമത്തെ കൺക്ലൂഷൻ എന്താണ്, എല്ലാ ബുക്കും ഫയൽ. അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കൺക്ലൂഷൻ മാത്രം നോക്കുക. എല്ലാ ഫയൽസും ഫോൾഡേഴ്സിനാണ്. ഇതിലിതാ ഇവിടെയാണല്ലോ ഫയൽസ് ഉള്ളത്, ഇവിടെയാണ് ഫോൾഡർ ഉള്ളത്. ഇതിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ ഫയൽ ഫോൾഡറായിട്ട്. ഇതിൽ ഇപ്പം തന്നെ ഒരു കണക്ഷൻ ഇല്ല, പിന്നെയാണ് പറയുന്നത് എല്ലാ ഫയൽസും ഫോൾഡേഴ്സിന്. അപ്പോൾ എന്തായിരിക്കും, അത് ഫാൾസ് ആണ്. റെഡി? ഇനി രണ്ടാമത്തത് എല്ലാ ബുക്സും ഫയൽസ് എന്നാണ് പറഞ്ഞത്. എല്ലാ ബുക്സും ഫയൽസ്. ബുക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാണല്ലോ, ഫയൽ എന്ന് പറഞ്ഞാൽ ചെറുത്. ബുക്സിൻ്റെ ഈ പാട്ടൊന്നും എന്തായാലും ഫയൽസിൻ്റെ ഉള്ളിൽ പെടുന്നോ, ഇല്ല. അപ്പോൾ ഇതും എന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും വരിക. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരിക, നൈദർ 1 nor 2 ഫോളോസ്. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ 2 സ്റ്റേറ്റ്മെൻറ്റാണ് നോക്കിയത്. ഇനിയിപ്പോൾ നോക്കാൻ പോകുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് എക്സാമിനിപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റ് വരാം. ഇപ്പോൾ കൺക്ലൂഷൻ ആണെങ്കിൽ 3 എണ്ണം വരാം. സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ 3 വരാം. ഇപ്പോൾ കൺക്ലൂഷൻ ആണെങ്കിൽ 3 4 2 എത്ര വേണമെങ്കിലും വരാം. അപ്പം ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സം പിസാസ് ആർ പാസ്ത, ഓൾ പാസ്താസ് ആർ മാക്രോൺസ്, സം മാക്രോൺസ് ആർ പാസ്ട്രീസ്. ഇവിടെ തന്നെ എന്താണ്, ഒരു പി ഉണ്ട്. ഇവിടെ തന്നെ എന്താണ്, ഇവിടെ ഒരു പി ഉണ്ട്, ഇവിടെ വേറൊരു പി ഉണ്ട്, ഇവിടെ വേറൊരു പി ഉണ്ട്. അങ്ങനെ ആകെ 3 പി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഒന്ന് ലെങ്ത് ആയിട്ട് എഴുതി വെക്കുക. അപ്പം എക്സാമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് വെൻ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ സം, ഞാനെന്താ പിസേന് സം ഇങ്ങനെ എഴുതി, സം പിസ ആർ പാസ്ത. ഓക്കെ. ഇനി ഓൾ പാസ്താസ് ആർ മാക്രോൺസ്, ഓൾ പാസ്താസ് ആർ മാക്രോൺസ്. ഇനി സം മാക്രോൺസ് ആർ പാസ്ട്രീസ്, സം മാക്രോൺസ് ആർ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വെൻ ഡയഗ്രാം. ഇനിയിപ്പോൾ കൺക്ലൂഷൻ്റെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ നിൽക്കുന്നില്ല, എങ്ങനെ വരയ്ക്കാണ്ട് തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിൽ പറയുന്നത് എന്താണ്, ഓൾ പിസാസ് ആർ മാക്രോൺസ് എന്നല്ലേ പറയുന്നത്. ഓൾ പിസാസ് ആർ മാക്രോൺസ്. ഇവിടെ പിസ ഇവിടെയാണ് പിസ ഉള്ളത്. അത് എല്ലാ പിസയും മാക്രോൺ ആണെന്ന് പറഞ്ഞത്. പക്ഷെ നോക്കുമ്പോൾ എന്താണ്, ഇവിടെയുള്ള ഈ പാർട്സൊക്കെ എന്താണ്, മാക്രോൺസിൻ്റെ പുറത്തല്ലേ വരുന്നത്. അപ്പോൾ എന്തായിരിക്കും ഈ കൺക്ലൂഷൻ, എന്തായിരിക്കും റോങ് ആയിരിക്കും. അടുത്തത് ഓൾ പാസ്താസ് ആർ പിസാസ് എന്നാണ് പറഞ്ഞത്. ഇവിടെയാണല്ലോ പാസ്ത ഉള്ളത്, ഓൾ പാസ്താസ് ആർ പിസ ഇല്ലല്ലോ. ഇതിൻ്റെ പാസ്തൻ്റെ ഈ സാധനങ്ങൾ എന്താണ്, പിസേൻ്റെ പുറത്തല്ലേ വരുന്നത്. അപ്പോൾ എന്തായിരിക്കും, ഇതും തെറ്റായിരിക്കും. അപ്പോൾ ആൻസർ എന്താ വരിക, നൈദർ 1 nor 2 ഫോളോസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത് സം സ്കൂൾസ് ആർ ക്ലാസ്സസ്, ഓൾ ടീച്ചേഴ്സ് ആർ സ്റ്റുഡൻസ്, സം ക്ലാസ്സസ് ആർ ടീച്ചേഴ്സ്. വെൻ ഡയഗ്രാം വരയ്ക്കാം. സം സ്കൂൾസ് ആർ ക്ലാസ്സസ്. സ്കൂളിന് എസ്, ക്ലാസ്സസിന് സി എ. പിന്നെ ഓൾ ടീച്ചേഴ്സ് ആർ സ്റ്റുഡൻസ്. ഇവിടെ ടീച്ചറോ സ്റ്റുഡൻറ്റോ പറഞ്ഞിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ എന്ന് വെക്കുക. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കുക. അപ്പോൾ സം ക്ലാസ്സസ് ആർ ടീച്ചേഴ്സ്. ക്ലാസ് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ എന്താ സം ക്ലാസ്സസ് ആർ ടീച്ചേഴ്സ്. എന്നിട്ട് എന്തൊക്കെയാണ്,
രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അവിടെ വെച്ച സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവുക. അപ്പം ഓൾ ടീച്ചേഴ്സ് ആർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതവിടെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അത് എല്ലാ ടീച്ചേഴ്സും എന്താണ് സ്റ്റുഡൻസ് ആണെന്ന്. നേരത്തെ ഇവിടെ ഒരു എസ് സ്കൂളായിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു എസ് സ്റ്റുഡൻസ് ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എന്താണ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വെൻ ഡയഗ്രാം. ഇനിയിപ്പോൾ കൺക്ലൂഷനിലേക്ക് നോക്കുകയാണെങ്കിൽ സം സ്റ്റുഡൻസ് ആർ ക്ലാസ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ കുറച്ച് ഭാഗം ക്ലാസ്സസിൽ പെടുന്ന പറയുന്നത്. നോക്ക് ഇതാ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പാട്ടുണ്ടല്ലോ, സ്റ്റുഡൻസിലെ ഈ പാട്ട് ക്ലാസ്സസിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ആൻസർ? സം സ്റ്റുഡൻസ് ആർ ക്ലാസ്സസ് ആർ ട്രൂ എന്ന് വരില്ലേ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾ സ്കൂൾസ് ആർ സ്റ്റുഡൻസ്, എല്ലാ സ്കൂളും ഈ സ്കൂൾ എവിടെയുള്ളത്, സ്റ്റുഡൻസ് എവിടെയാണുള്ളത്? ഈ വെൻ ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സ്കൂളോ സ്റ്റുഡൻ്റ് ആയിട്ട് ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് ട്രൂ ആകുക? ഫാൾസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഓൺലി വൺ ഫോളോസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓൾ കപ്സ് ആർ സോസസ്. ഓൾ കപ്സ് ആർ സോസസ്. ഓൾ പ്ലേറ്റ്സ് ആർ കപ്സ്. പ്ലേറ്റ്സ് ഒന്നുകൂടി വരയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓൾ കപ്സ് ആർ സോസസ്. ഓൾ പ്ലേറ്റ്സ് ആർ കപ്സ്. എന്തായിരിക്കും? എല്ലാ പ്ലേറ്റ് കപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിരിക്കുമല്ലോ ഉണ്ടാകുക. ഓക്കെ. ഇനി സം സോസസ് ആർ സ്പൂൺസ്. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കൺക്ലൂഷൻ? ഓൾ പ്ലേറ്റ്സ് ആർ സോസസ് എന്നല്ലേ പറയുന്നത്. ഇതിലെന്താ പ്ലേറ്റ്സ് ഇത് അവിടെ ഉണ്ട്, സോസസ് ഇവിടെ ഉണ്ട്. ഇതിലത്തെ എല്ലാ പ്ലേറ്റ്സും എന്താണ്? കപ്സിലുള്ളതാണ്. എല്ലാ കപ്സും എന്താണ്? സോസസിലുള്ളതാണ്. സോ എന്തായിരിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും പറയാം? ഈ എല്ലാ പ്ലേറ്റ്സും എന്താണ്? സോസസിലുള്ളതെന്ന് പറഞ്ഞൂടെ. അപ്പം ഓൾ പ്ലേറ്റ്സ് ആർ സോസസ് ട്രൂ അല്ലേ. അടുത്തത് സം കപ്സ് ആർ പ്ലേറ്റ്സ്. കപ്പ് ഇവിടെ ഉണ്ട്, പ്ലേറ്റ് ഇവിടെ ഉണ്ട്. കപ്പിലിതാ ഈ സാധനം എന്ന് പറയുന്നത് എന്താണ്? പ്ലേറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സം കപ്സ് ആർ പ്ലേറ്റ്സ് എന്താണ്? ട്രൂ ആണ്. അപ്പോൾ ആൻസർ എന്താ വരിക? ബോത്ത് 1 and 2 ട്രൂ. സോ സിലബസ് ഇതിൽ 5 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഈ 5 ചോദ്യങ്ങൾ കൊണ്ട് ഒന്നും ആകുന്നില്ല എന്നറിയാം. അപ്പോൾ എല്ലാവരും വേറെയും ക്വസ്റ്റ്യൻസ് സമ്മും ഓളും വെച്ചിട്ടുള്ള ഇനിയും ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.